ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന് നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദർ നിർമ്മിച്ച് മേഘശ്യാമളവർണ്ണനായ നാരായണന് സമർപ്പിച്ച പുതുവെണ്ണ. ആ പുതുവെണ്ണയുടെ മാധുര്യം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 117 ദിവസമാണ്. ശ്രീമന് നാരായണീയം 11 ദശകത്തിൽ 9 ശ്ലോകമാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ശ്ലോകം, അർത്ഥം, ശ്ലോകം, ഭാഷാഗാനം അഥവാ ശ്രീഹരിയം. തയോർഹിരണ്യാക്ഷമഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ്വിനദൻ ഗദാവാൻ. തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര രണായ ധാവൻ അനവാപ്തവൈരി ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ഗർവാദ് വിനദൻ ഗദാവാൻ ചചാര എന്ന് പറയുന്നു. അപ്പോൾ അവരിൽ തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര, ആ രണ്ടുപേരിൽ ആദ്യത്തെ ആള് ഹിരണ്യകശിപു, മറ്റേവൻ പര ഹിരണ്യാക്ഷ ഇതി പ്രതീത, രണ്ടാമത്തെ ആള് ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷൻ, അവരിൽ ഹിരണ്യാക്ഷൻ എന്ന മഹാസുരേന്ദ്ര, അസുരന്മാരുടെ നേതാവ്, അസുരപ്രമാണി, രണായധാവൻ അനവാപ്ത വൈരി, യുദ്ധത്തിനായിട്ട് ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് വരങ്ങളൊക്കെ വാങ്ങി
ഇനി ആരെങ്കിലുമായിട്ട് യുദ്ധം ചെയ്യണം. അങ്ങനെ പാഞ്ഞു നടക്കണു, എതിരാളിയെ കിട്ടണില്ല ഒരു സ്ഥലത്തും. അപ്പൊ എന്ത് ചെയ്തു? ഭവത് പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ, അവിടുത്തെ ഇഷ്ടപത്നിയായ ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി. ഭഗവാൻ ശ്രീ ധരാശ്ലിഷ്ട പാർശ്വം എന്നാണ് ഭഗവാന്റെ ധ്യാന ശ്ലോകത്തിൽ പറയാ. ശ്രീയും ധരയും, ശ്രീദേവിയും ധരാദേവിയും അല്ലെങ്കിൽ ഭൂദേവിയും. അപ്പൊ ഭൂദേവിയെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തിയിട്ട് ഗർവാത് വിനദൻ ഗദാവാൻ ചചാര, അഹങ്കരിച്ച് ഗർവം കൊണ്ട് അട്ടഹസിച്ച് വിനദൻ ഗദാവാൻ ചചാര, ഗദയുമായി അവിടെ മുഴുവൻ സഞ്ചരിക്കുന്നു. അപ്പോ സ്ത്രീകളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ ദ്രോഹിച്ചാൽ നമ്മൾ പറയാറില്ലേ, ആണത്തമുള്ളവനാണെങ്കിൽ ഭർത്താവ് ചോദിക്കാൻ വരും. അപ്പൊ ഇവിടെ സ്ത്രീകളെ ദ്രോഹിച്ചാൽ ഭർത്താക്കന്മാർ കോപിച്ച് യുദ്ധത്തിന് വരും എന്ന് കരുതിയിട്ടാണോ നിശ്ചയില്ല, ഗുരുവായൂരപ്പ അവിടുത്തെ പത്നിയെയും ദ്രോഹിക്കാൻ തുടങ്ങി ഈ ഹിരണ്യാക്ഷൻ എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ശ്ലോകം നമുക്കൊരിക്കൽ കൂടി ചൊല്ലി സമർപ്പിക്കാം. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ നനവാപ്ത വൈരീ ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ്വിനദൻ ഗദാവാൻ. ശ്രീഹരിയം ഭാഷാഗാനം. നാരായണ 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 രാധാ ഗോവിന്ദ. എതിർക്കുവാനാരുമില്ല എന്ന മതത്തോടു കൂടി ഹിരണ്യാക്ഷൻ ലോകമാകെ വിറപ്പിക്കവേ. ഭഗവാനെ തവ പത്നിയായ ഭൂമിദേവിയെയും വെള്ളത്തിങ്കൽ മുക്കിയവൻ യാത്ര തുടർന്നു. നാരായണ 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 രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ. ഹരികൃഷ്ണ മുകുന്ദ രാധാ ഗോവിന്ദ. ഹരി ഹരി കൃഷ്ണ മുകുന്ദ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. മേൽപ്പുത്തൂരിൻ്റെയും മേഘശ്യാമളവർണ്ണൻ്റെയും പാദാരവിന്ദങ്ങളിൽ സാദരം ഈ അക്ഷരാഞ്ജലി സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.